ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഓണക്കാലത്ത് നമുക്ക് ഇതേപോലെ ഇഞ്ചിപ്പുളി ഒന്ന് ഉണ്ടാക്കിയാലോ. അതിനായി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഒന്ന് നടുക കീറിയതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്കൊരു 2 അല്ലി വേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്കൊരു വലിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, നല്ല ചെറുതായി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലോണം മൂത്ത് വരുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ട് 1-2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു ഇത്തിരി വെള്ളം പോലെ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് വറ്റി കിട്ടണ വരെ നന്നായി മിക്സ് ചെയ്യുക. ഇതാ അവിടെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. ഈ ഒരു പാകത്തിലായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പുളിയിഞ്ചിക്ക് ഒരു മധുരം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ആഡ് ചെയ്യുന്നത്. ആ ശർക്കര ഒന്ന് ഇതിൽ നന്നായി അലിയണ വിധം നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം നമ്മൾ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള എരിവ് ഇതിലുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ മുളക് പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഓവറായി വറ്റിയിട്ട് നല്ല ചട്ടിയിൽ നിന്ന് വേറിട്ട് വരണ രീതിയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മതി. അത് ചൂടാറിയാൽ തന്നെ ഇത്തിരി കട്ടിയായി കിട്ടും. പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.